ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെയും ഭാമയുടെയും അടുത്തേക്ക് ശ്രുതി വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എന്തോ വിചാരിച്ചു, ആരോ ചേർക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. ഏതായാലും ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴാണ് ആരും ഡാൻസിന് ചേർക്കാനൊന്നും വന്നതല്ല എന്ന് മനസ്സിലായത്. കോപ്പ് എന്നാ ചെയ്യാനാ, നടുവും കളഞ്ഞു വെറുതെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന് അവിടെ കയറിയിരിക്കുക. അങ്ങനെ ഭാമ നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, ബാ നീ കയറി ബാ എന്നും പറഞ്ഞ് വിളിച്ച് വീട്ടിനകത്തേക്ക് കയറ്റി. അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ദേ ആൻറ്റി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ? ആ അതേന്നേ. നിന്റെ ആൻറ്റി വെറുതെ ഇവിടെ വന്നിരിക്കും, ഒരു ഈച്ച പോലും വരത്തില്ല, ആരും ഡാൻസ് ക്ലാസ് ചേരാൻ വരത്തില്ല. അത് പിന്നെ അതിനൊക്കെ ഓരോ സമയമുണ്ടല്ലോ, വരുന്നേ. അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ശ്രുതിയോട്. അപ്പം പറഞ്ഞു, എനിക്ക് ഇവിടെ അടുത്തൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ക്ലയൻറ്റിനെ കാണാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് വന്നതല്ലേ, അപ്പം പിന്നെ ആൻറ്റി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കയറിയതാ. ഫങ്ഷൻ നടന്ന വീട്ടിലെ അമ്മയെ ഒരു ഡാൻസ് ടീച്ചറായിരുന്നു ഞാൻ. ആൻറ്റിയെക്കുറിച്ച് അവരോട് കുറേ പറഞ്ഞു. അപ്പോഴേ അവർക്ക് ആൻറ്റി നല്ല ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. അവർ പറഞ്ഞു ആൻറ്റീനെ ഒന്ന് കാണണമെന്ന്. ഓ ഭാമ കേട്ടോ, ശ്രുതി പോയെടുത്തൊക്കെ എന്നെക്കുറിച്ച് നല്ലതേ പറയത്തുള്ളൂ. പൂ കെട്ടുന്നവളാണെങ്കിലോ അവള് ഫ്രണ്ട്സിനോടൊക്കെ എന്നെക്കുറിച്ച് മോശമായിട്ട് മാത്രമേ പറയത്തുള്ളൂ. എന്നെ കണ്ടാൽ അവരതും ഇതുമൊക്കെ പറഞ്ഞ് കളിയാക്കും. ഇതാണ് വലിയ വീട്ടിലെ മരുമകളും ചെറിയ വീട്ടിലെ മരുമകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ശ്രുതി പറഞ്ഞു, അത് വീട് ആൻറ്റി, അതെ അവിടുത്തെ അമ്മ നിങ്ങൾക്ക് തരാനായിട്ട് കുറച്ച് ഫുഡ് തന്നു വിട്ടിട്ടുണ്ട്. ആണോ, ഫുഡോ? അതേന്നേ, നല്ല വിശപ്പുണ്ട്. ശ്രുതിമോള് കറക്റ്റ് സമയത്ത് അല്ലേ ചന്ദ്രേ ഫുഡ് കൊണ്ടുവന്നത്? ഏതായാലും ഞാൻ പ്ലേറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഭാമ അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, എന്ത് ഫുഡാ? അത് പിന്നെ ദേ ഞാൻ തുറക്കുമ്പോൾ കണ്ടാൽ മതി. അപ്പോഴത്തേക്കും കുറച്ച് ബിരിയാണിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് സൂപ്പർ അടിപൊളിയാണ് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. സ്പൂണൊന്നും വേണ്ട, കൈ മതി, കൈ കൊണ്ട് കുഴച്ച് തിന്നുന്നതാ അതിൻ്റെ ടേസ്റ്റ്. വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കുഴച്ച് ആസ്വദിച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇതെല്ലാം എന്താ പറയുക നിന്ന് കാണുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അല്ല നീ കഴിക്കുന്നില്ലേ മോളെ, നീ കഴിക്കുക. അത് പിന്നെ വേണ്ട, ഞാനേ കഴിച്ചിട്ടാണ് വന്നത്, അവരുടെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലായിരുന്നു, അപ്പം ഞാൻ അവിടെ നിന്ന് കഴിച്ചു എന്ന്. അപ്പോഴത്തേക്കും ഈ സമയത്ത് ഈ മീര എന്താ വിളിക്കാത്തത്? മീരയോട് ഞാൻ ഇന്ന സമയത്ത് വിളിക്കണമെന്ന് പറഞ്ഞതാണല്ലോ എന്ന്. അപ്പം മീരയെ വിളിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കോള് വന്നിട്ട് വേണ്ടേ നമ്മുടെ ശ്രുതിക്ക് ഇതിലേക്ക് ഒന്ന് കറങ്ങാൻ, അതായത് ആ വീടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ, അതായത് ഫോൺ വരുമ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങാമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ മീര വിളിച്ചു കേട്ടോ. മീര വിളിച്ചതും, ആൻറ്റി നിങ്ങൾ കഴിക്കട്ടോ, എനിക്കൊരു കോള് വന്നു, ഞാൻ ഇപ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തുകൊണ്ട്, ഹലോ മേഡം, പറഞ്ഞോളൂ മേഡം. ഹലോ കേൾക്കുന്നില്ലേ? ഇവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നേ, ഞാൻ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, അവിടെ ഇവിടെയൊക്കെ മാറി പോവുകയാണ്. ഏതായാലും മാറി 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 ആ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ, ആ 2 ലക്ഷം രൂപ ഇരിക്കുന്ന റൂമിലേക്ക്. അങ്ങനെ നമ്മുടെ ശ്രുതിക്കള്ളി ഫോൺ വിളിച്ച് നമ്മുടെ ചന്ദ്രയുടെ 2 ലക്ഷം രൂപ ഇരിക്കുന്ന റൂമിലേക്ക് എത്തി. പതിയെ പമ്മി ആ അലമാര തുറന്നു. എന്നിട്ട് 2 ലക്ഷം രൂപ എടുത്ത് നമ്മുടെ ശ്രുതി കയ്യെ പിടിച്ചിട്ടൊരു നോട്ടം നോക്കുന്നുണ്ട്. അയ്യോ എന്തൊരു ആശ്വാസമാണ് നമ്മുടെ ശ്രുതിക്കും. അത് പതുക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ശ്രുതിയുടെ ബാഗിലേക്ക് ഇടുകയാണ്. ബാഗിലേക്കൊക്കെ ഇട്ടിട്ട് നമ്മുടെ ശ്രുതി ഒന്നും അറിയാത്തതുപോലെ ഒന്നും നടക്കാത്തതുപോലെ നേരെ ചെല്ലുകയാണ് ചന്ദ്രയുടെയും ഭാമയുടെയും അടുത്തേക്ക്. വല്ലതും അറിയുന്നുണ്ടോ, അവർ വല്ലതും കാണുന്നുണ്ടോ? ബിരിയാണിയിലും ചിക്കൻ കറിയിലും, അതായത് റൈസും ചിക്കൻ കറിയാണ്, അതിലങ്ങ് അവർ വീണു പോയില്ലേ. അവർ അതൊക്കെ ഇരുന്നങ്ങോട്ട് കഴിച്ച് ആസ്വദിച്ചിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പണി പറ്റിച്ചതൊന്നും ഇവരറിയുന്നില്ല. അങ്ങനെ പിന്നെയും ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ചന്ദ്രയുടെയും ഭാമയുടെ അടുത്തേക്ക് വരിക. ഇല്ലില്ല, ഇന്നിനി ഞാൻ പാർലറിലേക്ക് പോകുന്നതേ ഇല്ല മേഡം. മേഡം ഞാൻ നാളെ വന്നാൽ പോരെ എന്നൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടാട്ടോ വരുന്നത്. അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടാണല്ലോ അകത്തേക്ക് പോയത്. അങ്ങനെ ഫോൺ വിളിച്ചു.
അവിടെ വരെ എത്തി, അതായത് ചന്ദ്രയുടെ ഭാമയുടെ അവിടെ വരെ എത്തി. അപ്പോഴത്തേക്കും മേഡം അതൊന്നും ഒരു പ്രശ്നമല്ല മേഡം, അങ്ങനെ ചെയ്യാം മേഡം, ഓക്കെ മേഡം, താങ്ക് യു മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോണും കട്ട് ചെയ്തു. അത്രയും നേരം കൊണ്ട് പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശ്രുതി ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്, രേവതി ഉണ്ടാക്കുന്ന കഴിച്ച് ഞാൻ മടുത്തു, ദേ ഇടയ്ക്ക് ഇതുപോലെയുള്ള നല്ല ഫുഡ് കഴിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, രേവതി നല്ലതുപോലെ പാചകം ചെയ്യൂല്ലോ, പിന്നെ അവളുടെ ഒരു പാചകം വായി വെക്കാൻ കൊള്ളത്തില്ല, ഞങ്ങൾ മടുത്തു. അപ്പോഴത്തേക്ക് ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇപ്പം പോയിട്ടുണ്ടേൽ പിന്നീട് ക്യാഷ് കാണാതെ പോയി എന്നറിയുമ്പം എന്നെ സംശയിക്കും, ആൻറ്റിയുടെ കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം, അതിന് ശേഷം ആൻ്റണീനെ കണ്ട് പൈസ കൊടുത്താൽ മതി, മീരേനെ വിളിച്ച് പറയണം, മീരേനെയും കൂടെ കൂട്ടണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പോകുന്നില്ല കേട്ടോ. ശ്രുതി നമ്മുടെ ചന്ദ്രയുടെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുക. ഈ സമയത്ത് ഭാമ പറഞ്ഞു, താങ്ക്സ് കേട്ടോ, ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന്. അപ്പം ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സീൻ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയും വർഷേനെയൊക്കെയാണ്. അപ്പോൾ സച്ചിയും രേവതിയും മറ്റേ കല്യാണ മണ്ഡപത്തിൻ്റെ കാര്യത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ രേവതിക്ക് പുതിയ സാരിയൊക്കെ മേടിച്ചു. നമ്മുടെ രേവതി പുതിയ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. വേറെ ആരുമല്ല ഒരുക്കിയിരിക്കുന്നത്, വർഷയാണ്. അങ്ങനെ നമ്മുടെ രേവതി അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരു സീനാണ്. അയ്യോ, നമ്മുടെ സച്ചി ഇത് കണ്ടിട്ട് അന്തം വിട്ടിങ്ങനെ നോക്കുവോ, അടിമുടി നോക്കുവോ, ഇതെന്താ രേവതി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം വർഷ വന്നു. വർഷയോട് രേവതി പറഞ്ഞു, ചേച്ചി ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ചേച്ചി എന്ത് ഓവർ, ഒരു ഓവറും ഇല്ല, ഇതൊക്കെ അടിപൊളിയാണ്. എന്നിട്ട് ഇറങ്ങി വന്ന നമ്മുടെ രേവതിയോട് സച്ചി പറഞ്ഞു, സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതെ ചേച്ചി ക്യാൻവാക്ക് ചെയ്തേ, ആ ക്യാൻവാക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ വർഷ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അത് എനിക്ക് അറിയില്ലല്ലോ വർഷേ. അപ്പോൾ സച്ചി പറഞ്ഞു, അതൊക്കെ നിനക്കറിയാം, വർഷ കാണിച്ചു തരും, അതുപോലെ നീ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ, അതെ 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 ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ വർഷ ഇങ്ങനെ ക്യാൻവാക്ക് നടക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി, അയ്യോ ഇങ്ങനെയോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല, ഇതെങ്ങനെയൊക്കെ നടക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ മനസ്സിലാവുന്നേ, ഇതൊക്കെ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. അയ്യോ നീ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്, ഞാൻ ചെയ്യുമ്പോൾ അത് ബോറാകും, വേണ്ട പക്ഷേ ദേ ചേച്ചി എൻ്റെക്കാലം നന്നായിട്ട് ചേച്ചിക്ക് ചെയ്യാൻ പറ്റും, ചേച്ചി നടക്കുക എന്നിട്ടൊന്ന് പോസ്റ്റ് ചെയ്യുക, ഇത് നിങ്ങളുടെ വെബ്സൈറ്റിലെ മുൻ പേജിൽ കൊടുക്കാനാ, രേവതി ചെയ്യ് രേവതി, വർഷ പറയുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് മടി. എന്നാലും നമ്മുടെ രേവതി നടക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് നടക്കുകയാണ്. നമ്മുടെ സച്ചിയുടെ പ്രോത്സാഹനം കാരണം നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി കേട്ടോ വീഡിയോ എടുക്കുന്നത്. രേവതി സാരിയൊക്കെ ഉടുത്ത് അടിപൊളിയായിട്ട് നമ്മുടെ വർഷം നടന്നതിലും സൂപ്പറായിട്ട് നടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി വർഷം നടന്നതിൽ 3-4 പോസിൽ നടന്നു വന്നിട്ട് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, രേവതി കിടുവായിട്ടുണ്ട്, കിടിലമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ഈ സാരിയൊക്കെ ഊരി ഇടട്ടെ വർഷേ എന്ന് പറഞ്ഞപ്പോൾ, എപ്പം ഊരിയിടാൻ, ഇപ്പം ഊരിയിടാനോ, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, കുറച്ചും കൂടെ ഫോട്ടോ എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ 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 കുറച്ചും കൂടെ ഫോട്ടോ എടുക്കണം, ഞാനേ ഫോട്ടോ എടുക്കാം, നീ പോസ്റ്റ് ചെയ്യുക. എൻ്റെ സച്ചിയേട്ടാ മതി സച്ചിയേട്ടാ, എത്ര ഫോട്ടോ എടുത്തു, എനിക്ക് ഡ്രസ്സ് മാറണം, ദേ ഇങ്ങോട്ട് വന്നേ, നീ മര്യാദയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ സച്ചി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി സച്ചിയുടെ അടുത്തേക്ക്, അതായത് നെഞ്ചിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് നാണം വന്നിട്ട് വർഷ മുഖമൊക്കെ മാറ്റി കിട്ടോ. പിന്നെ ഇവർ രണ്ടും പരസ്പരം ഇങ്ങനെ നോക്കി, എന്താ പറയുക, നമ്മുടെ വർഷമുള്ള കാര്യം വരെ മറന്നുപോയി. അങ്ങനെ അവരിങ്ങനെ റൊമാൻസ് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷ എന്ന് പറഞ്ഞ് ചുമച്ചു കിട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ കണ്ണിൽ നോട്ടമൊക്കെ മാറ്റി. അപ്പം രേവതി നീ പോസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്താ പറയുക ആ ഒരു മൈൻഡിൽ നിന്ന് മാറി കിട്ടോ. അപ്പോൾ വർഷ പറഞ്ഞു, ചെയ്യ് വേഗമാട്ടെ, ചുമ്മാ ഇവിടെ എന്താ ഇത്, ഇവിടെ ഫോട്ടോ എടുക്കാനല്ലേ ഞാൻ പറഞ്ഞു, വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, വരുന്നു, നിൽക്കുന്നു, പല പോസുകൾ കാണിക്കുന്നു. നമ്മുടെ സച്ചി ആ പോസുകൾക്കെല്ലാം വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് വന്നത്. പെട്ടെന്ന് നമ്മുടെ സച്ചി അല്ല രേവതി, അയ്യോ ദേ ശ്രീകാന്ത്, സച്ചിയേട്ടാ ദേ ശ്രീകാന്ത്, സച്ചിയേട്ടാ അയ്യേന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇവൻ വന്നത് നീ എന്തിനാ ഇങ്ങനെ അയ്യേന്ന് വെക്കുന്നത്, ദേ കയറി വന്നേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ വർഷ പറഞ്ഞു, ശ്രീകാന്ത് വന്നാൽ ഇപ്പം എന്നെ ചേച്ചി ചെയ്യുക. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ചേച്ചി പുതിയ ഗെറ്റപ്പിലൊക്കെ എന്ന് രേവതിയോട്. അപ്പം പറഞ്ഞു, അത് പിന്നെ ചേച്ചി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, പൂക്കളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന കല്യാണ മണ്ഡപമൊക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരസ്യമാണ്, ഞങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇടാനാന്ന് പറയുമ്പോൾ, അടിപൊളിയായിട്ടുണ്ട് ചേട്ടത്തി സൂപ്പറായിട്ട് ചെയ്തോ. അത് പിന്നെ ഇവർ രണ്ടുപേരും എൻ്റെ വെച്ച് കോമഡി വീഡിയോ എടുത്തോണ്ടിരിക്കുക ശ്രീകാന്തേ. അതൊന്നും അല്ല ശ്രീകാന്തേ,
രേവതി ചേച്ചി ക്യാൻവാക്ക് ചെയ്യട്ടെ, നീ ഒന്ന് കാണടാ, പ്രൊഫഷണലിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. അത് പിന്നെ ഞാൻ ഇനി ചെയ്യത്തില്ല കേട്ടോ, ഞാൻ കുറേ ചെയ്തില്ലേ, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ സച്ചു പറഞ്ഞു അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, വർഷം കുറച്ച് പോസും കൂടെ കാണിച്ചു കൊടുത്തേ, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിയും കൂടെ പോസ് കാണിക്കുക. അപ്പം ഞാൻ ആ ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ വർഷം കുറേ പോസ് കാണിച്ചു കൊടുക്കുന്നു. രേവതി അതുപോലെ തന്നെ വീണ്ടും ചെയ്യുവാണ് കേട്ടോ. ഈ സമയത്ത് കുറേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു അത് പിന്നെ കറക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് വേണം, അതിന് എന്ത് ചെയ്യണം, അതിന് നമ്മുടെ സച്ചിയേട്ടൻ കറക്കണം എന്ന് പറയുകയാണ്. അപ്പം സച്ചി ഇങ്ങനെ പിടിച്ച് കറക്കുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതി വീഴാൻ തുടങ്ങുമ്പോഴത്തേക്ക് സച്ചി കയറി പിടിക്കുകയാണ്. ഏതായാലും നമ്മുടെ രേവതിയുടെ ഗെറ്റപ്പ് ആകെ മൊത്തം മാറിയിരിക്കുകയാണല്ലോ. ഈ സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും വരിക വീടിനകത്തേക്ക് കയറി. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒരാളെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക, വീഴാൻ പോകുന്ന ഒരാളെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ ഇവർ വരുന്നത് നമ്മുടെ രേവതിയുടെ പുറം സൈഡാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ ബാക്കി സൈഡ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കാണുമ്പോൾ അത് രേവതിയാണോ വേറെ ആരാണോ എന്നൊന്നും അറിയത്തില്ല. എൻ്റെ ദൈവമേ, പിന്നെ പറയാനുണ്ടോ, നമ്മുടെ ശ്രുതിയും ചന്ദ്രയും വന്നില്ലേ, വന്നപ്പോൾ ദേ നമ്മുടെ സച്ചി ഏതോ ഒരു പെണ്ണിനെ ഇങ്ങനെ പിടിച്ചേക്കുന്നു, അതും സാരിയൊക്കെ വെച്ച് ഇങ്ങനെ മറച്ചു പിടിച്ചേക്കുന്നു. അയ്യോ ഇതാരാ, ഇതെന്താന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ. അപ്പം ചന്ദ്ര ഇതെന്താ ഈ കാണിക്കുന്നത്? അപ്പം അവിടെ നമ്മുടെ ശ്രീകാന്തും വർഷയും നിന്നൊന്നും ആരും കാണുന്നില്ല കേട്ടോ. നമ്മുടെ ശ്രുതിയെ ഇത് ആദ്യം കണ്ടത്. നമ്മുടെ ശ്രുതിനെ വിളിച്ചിട്ട് ഇത് കണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രയും കണ്ടു ഇത് ഏതാ പെണ്ണ്, ദേ ഏതോ ഒരുത്തൻ ഒരു പെണ്ണിനെയും വിളിച്ച് കയറ്റി നമ്മുടെ വീടിൻ്റെ ഹോളിൽ വന്ന് നിൽക്കാന്ന്. അപ്പോഴത്തേക്കും അത് ഏതോ ഒരുത്തനല്ല, സച്ചി അല്ലേ അതെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു. അതെ അത് സച്ചിയാണല്ലോ, സച്ചി ഇത് ഏത് പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്? അയ്യേ വീട്ടിനകത്തും ഇപ്പം ഈ പരിപാടിയോ, അതോ ഇത് ഹോട്ടൽ റൂമോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അയ്യേ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഏതോ ഒരു പെണ്ണിനെ വിളിച്ച് കയറ്റി കെട്ടിപ്പിടിച്ച് നിൽക്കുക, മോശം, വളരെ മോശം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രനെ കണ്ടതും വർഷയും അതുപോലെ ശ്രുതിയല്ലല്ലോ ശ്രീകാന്തും കൂടെ അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി ഇതൊക്കെ കേട്ടിട്ട് ഓഹോ ഏതോ ഒരു പെണ്ണോ, എന്നാൽ പിന്നെ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്ര വന്നത് മാറുന്നില്ല, കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു. അപ്പം ചന്ദ്ര ചോദിച്ചു എന്താ നീ കാണിക്കുന്നത്? നിങ്ങളാരാ ചോദിക്കാൻ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അതെ ഇത് ബോംബെന്ന് കൊണ്ടുവന്ന മോഡല്. ബോംബെന്ന് കൊണ്ടുവന്ന മോഡലോ? അതേന്നെ. അപ്പോൾ ശ്രീകാന്ത് വർഷം ഇത് കണ്ടിട്ട് ഭയങ്കര ചിരി. അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു നോണോട്ടോ നിനക്ക്, ഇത് നീ തുടങ്ങിയല്ലേ, നിനക്ക് കള്ളുകുടിയും തല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം നീ പെണ്ണുപിടിയും തുടങ്ങിയില്ലേ, എവിടെടാ അവള്? രേവതി എന്ത് ചെയ്യുന്ന ചോദിച്ചത്. അത് രേവതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് എവിടെ പോയെന്ന് ആർക്കറിയാം, അവൾ ഇവിടെ ഇല്ല. ഓഹോ അവളില്ലാത്ത തക്കത്തിന് മോഡലിനെയും കൂട്ടി വന്ന് കൂത്താടുകയാണെടാ, വൃത്തി കെട്ടവനെ, കൊല്ലും നിന്നെ ഞാൻ, അവൾ അറിഞ്ഞാലുണ്ടല്ലോ. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുക, അമ്മ പൊക്കെ, അതെ നീ പോവണ്ടാട്ടോടി, നീ ഇവിടെ നിന്നോട്ടിടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ചൂലെടുക്കണോ, ഞാൻ അടിച്ചിറക്കും ഞാൻ ചൂലെടുത്ത്. ഇടാ നീ എന്നെ കണ്ട് പഠിക്കടാ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അതെ ഇവള് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയാണ് ചതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എത്ര ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ ഇവൻ കല്യാണം കഴിഞ്ഞിട്ട് വേറെ പെണ്ണിനെ സ്നേഹിക്കാനോ ചതിക്കാനോ ഒന്നും പോയില്ലല്ലോ, നീ എന്താടാ കാണിച്ചത്? കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ചതിച്ചിട്ട് വേറൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നോടാ, വൃത്തികെട്ടവനെ. എടേ ശ്രുതി, നീ രേവതിനെ വിളിച്ചേ, രേവതിയുടെ സ്വഭാവം നിനക്കറിയാലോ, ഇത് കണ്ടാൽ അവൾ നിന്റെ പല്ലടിച്ച് താഴെ ഇടും, അവക്കൊപ്പം ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്നെ അടിച്ച് പുറത്താക്കും. രേവതിനെ വിളിക്ക് ശ്രുതി, രേവതിനെ വിളിക്കുക, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു വേണ്ട വിളിക്കേണ്ട, അവൾ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ ആരും വിളിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ അങ്ങ് തിരിച്ചു നിർത്തി ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവരെല്ലാം ചമ്മി നാറിപ്പോയിട്ടോ. നമ്മുടെ ചന്ദ്ര പേടിച്ചു പോയി. ചന്ദ്ര അയ്യേ എന്നൊരു ഇതായിപ്പോയി, കാരണം സച്ചിൻ അതുപോലെ പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര രണ്ടുപേരും കൂടെ കളിയാക്കുമായിരുന്നു മനുഷ്യനെ, എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കിയതല്ലേ. അയ്യോ അതെ ഞാൻ രേവതി തന്നെയാ, വേറെ മോഡലൊന്നുമില്ല, അത് പിന്നെ സച്ചിയേട്ടനല്ലേ, ഞാനല്ലല്ലോ, സച്ചിയേട്ടനാ പറഞ്ഞത്. അമ്മേ ഏതായാലും ഓഡിറ്റോറിയത്തിൽ പൂക്കൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്, അതിന് ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നുണ്ട്, അതിൽ ഇടാൻ വേണ്ടി ഫോട്ടോ എടുക്കായിരുന്നു, അതിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു. അതിനാണോ ഇങ്ങനെ കോലം കെട്ടി നിന്നത്? ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു പോയി, നാണക്കേടായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതി അമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ,
ഞാൻ നിന്നെ ചതിക്കുകയാണെന്ന് കരുതിയിട്ട് പൊട്ടിത്തെറിച്ചത് കണ്ടില്ലേ അമ്മ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചിരിച്ചു കേട്ടോ. അപ്പോൾ രേവതി പറഞ്ഞു, ശരിയാ, എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. അമ്മേ പോവല്ലേ, അമ്മ എവിടെ നിന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, അതെ എൻ്റെ സച്ചേട്ടൻ അങ്ങനെ ഒരാളല്ല കേട്ടോ, പക്ഷേ എന്നെ അദ്ദേഹം ചതിക്കുകയാണെന്ന് കരുതി അമ്മയ്ക്ക് വിഷമം തോന്നിയില്ലേ, അമ്മ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലേ. എനിക്കതിൽ വലിയ സന്തോഷമായമേ, വലിയ സന്തോഷമായി, പിന്നെ ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്കും നമ്മുടെ സുതി ബാക്കിയുള്ളവരുടെ സമാധാനം പോയി എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അപ്പം അമ്മയുടെ മരുമകളായിട്ട് അമ്മ എന്നെ കാണുന്നുണ്ടല്ലേ, അംഗീകരിക്കുന്നുണ്ടല്ലേ. മതി മതി നിർത്ത്, വേറെ ഏതോ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ നിന്നോട് സ്നേഹം ഇങ്ങനെ ഒഴുകി കിടന്നിട്ടല്ല. പിന്നെ സ്നേഹിക്കാൻ പറ്റിയ ഒരു ജണക്ക് നല്ല മരുമകളാണല്ലോ. എടി നിനക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ, നീക്ക് പുറത്ത് പോയിട്ട് എവിടെന്നെങ്കിലും എടുത്താൽ പോരെ, ചുമ്മാളെ വിഡ്ഡിയാക്കാനായിട്ട് കളിയാക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ പോയി. അപ്പോഴത്തേക്കും നമ്മുടെ സുതി, എടാ നീ വേറെ ഏതോ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു എന്നാണ് ഞങ്ങൾ കരുതിയത്. ഞാൻ നിന്നെപ്പോലെയാണെന്ന് വിചാരിച്ചോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇവനോടൊന്ന് സംസാരിക്കാൻ നിൽക്കണം, ബാ സുതി എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ വിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി ഏതായാലും തോറ്റു കഴിയുമ്പോൾ പോകാനല്ലേ പറ്റത്തുള്ളൂ, കെട്ടിയോളും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു, ഏതായാലും ഇച്ചിരി സ്നേഹമൊക്കെ അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ നിന്നോട്, ഉറപ്പായിട്ടും ഇച്ചിരി സ്നേഹം ഉണ്ടടി, അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനാണ് നമ്മുടെ ആന്റണിക്ക് 2 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ആന്റണി 2 ലക്ഷം രൂപ എണ്ണി എന്നിട്ട് പറഞ്ഞു, ക്യാഷിൻ്റെ കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനത് എണ്ണുന്നതെന്ന് പറഞ്ഞ് എണ്ണി തിട്ടപ്പെടുത്തി. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണി പറഞ്ഞു, കറക്റ്റ് 2 ലക്ഷം രൂപ തന്നെയുണ്ട്, ഇനി ആ നവീൻദാസിനെ കൊണ്ട് നിനക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ല, അവൻ്റെ കഥ അവസാനിച്ചു. അവൻ മരിച്ചോ? മരിച്ചിട്ടൊന്നുമില്ല, അവന് അങ്ങനെ ചാകാൻ ഞങ്ങൾ വിടത്തില്ല, അവൻ്റെ ബ്ലാക്ക് മെയിൽ കഥ അവസാനിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ക്യാഷിന് വേണ്ടി അവൻ നിൻ്റെ പുറകിൽ വരത്തേയില്ല, അവൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല. അത് പിന്നെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം, ഇനി അവൻ കാശ് ചോദിക്കാൻ പാടില്ല, ഇത് തന്നെ സംഘടിപ്പിക്കാൻ പെട്ട പാട് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ ശ്രുതി, ഇവളുടെ എന്തോ സീക്രട്ട് നവീൻദാസിന് അറിയാം മീരേ, അതും കൊണ്ടല്ലേ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, പണം പോയാൽ എന്താ, സീക്രട്ട് അവൻ പുറത്ത് വിടുന്നില്ലല്ലോ, അവനത് മറച്ചു വെക്കുന്നുണ്ടല്ലോ, ക്യാഷിനേക്കാൾ വലുതല്ലേ ശ്രുതി നിന്റെ ലൈഫ്, അത് പിന്നെ ഇവൻ ഉള്ളിടത്തോളം കാലം എനിക്ക് പ്രശ്നം തന്നെ. ആന്റണി ഭീഷണിപ്പെടുത്തി എങ്ങോട്ടെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടേക്കണം. അത് തന്നെ എൻ്റെയും പ്ലാന്, ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ചികിത്സ കഴിഞ്ഞ് അവനെ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പം ഞാൻ അവനെ പാഴ്സൽ ചെയ്യും, എങ്ങോട്ടേലും പറഞ്ഞു വിടും, ശ്രുതി പേടിക്കുകയോ വേണ്ട. പിന്നെ ഈ നാട്ടിലെന്നല്ല കേരളത്തിൽ പോലും അവൻ കാലുകുത്തത്തില്ല, ഇനി നിനക്ക് അവൻ്റെ ശല്യം ഉണ്ടാകത്തില്ല, അവന് നാട് കടത്തും ഞങ്ങളെന്ന് പറയുകയും ചെയ്തു. ഏതായാലും ഈ സമയത്ത് താങ്ക്സ് ആന്റണി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മീര അങ്ങ് പോയപ്പോഴത്തേക്കും നവീൻദാസ് ഇങ്ങ് ഇറങ്ങി വരികയാണ്, ഒരു ചിരിയൊക്കെ ആയിട്ട്. എൻ്റെ പൊന്നോ പിന്നെ പറയാനുണ്ടോ. ഏതായാലും 2 പേരും കൂടെ കൂട്ടുനിന്ന് ശ്രുതിയുടെ 2 ലക്ഷം രൂപ മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.